നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാശ പ്രതിഭാസത്തിന് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ബഹ്റൈനിൽ ഇന്ന് രാത്രി 7:27 മുതൽ 10:56 വരെ നീണ്ടു നിൽക്കുന്ന ബ്ലഡ് മൂൺ ചന്ദ്രഗ്രഹണം ഏകദേശം 5 മണിക്കൂറും 22 മിനിറ്റും സമയമെടുക്കും. ഈ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടും. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇത് സുരക്ഷിതമായി കാണാൻ സാധിക്കും. ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലെത്തുകയും ചന്ദ്രോപരിതലത്തിൽ ഭൂമിയുടെ നിഴൽ വീഴ്ത്തുകയും ചെയ്യും. ഇത് ചന്ദ്രന് അതിശയിപ്പിക്കുന്ന കടും ചുവപ്പ് ഓറഞ്ച് തിളക്കം നൽകുന്നതാണ് ഈ പ്രതിഭാസം. സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി യാതൊരു സംരക്ഷണ ഉപകരണങ്ങളും ഇല്ലാതെ തന്നെ ചന്ദ്രഗ്രഹണം സുരക്ഷിതമായി പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയും. മനാമയിലെ മനാമ സെൻട്രൽ മാർക്കറ്റിൽ പ്രധാന അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതായി ക്യാപിറ്റൽ ട്രസ്റ്റ് അധികൃതർ അറിയിച്ചു. എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങൾ, മലിനജല ശൃംഖലകൾ, വൈദ്യുതി, ജലസംവിധാനങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുക. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിപണിയിൽ സേവനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുന്നതിനുമാണ് അറ്റകുറ്റപ്പണി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ കാലയളവിൽ അസൗകര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്നും അതിൽ ഷോപ്പർമാരോടും കടയുടമകളോടും ക്ഷമാപണം നടത്തുന്നതായും ക്യാപിറ്റൽ ട്രസ്റ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരള കാത്തലിക് അസോസിയേഷൻ കുട്ടികൾക്കായി നടത്തിവരുന്ന കലാസാഹിത്യ സാംസ്കാരിക മാമാങ്കം ദ ഇന്ത്യൻ ടാലന്റ് സ്കാൻ ഒക്ടോബർ 2 വാരം മുതൽ ഡിസംബർ ആദ്യ വാരം വരെ നടക്കും. വിശദമായ റിപ്പോർട്ട് കാണാം. കേരള കാത്തലിക് അസോസിയേഷൻ കുട്ടികൾക്കായി നടത്തിവരുന്ന കലാസാഹിത്യ സാംസ്കാരിക മാമാങ്കം ദ ഇന്ത്യൻ ടാലന്റ് സ്കാൻ ഒക്ടോബർ 2 വാരം മുതൽ ഡിസംബർ ആദ്യ വാരം വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Over 180 events plus 180 plus events will be there. And maybe we will be having a prize event also, which will be announced in between. With that, to explain more about Talent Scan and its the beauty of leading the show. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി സിമി ലിയോ ചെയർപേഴ്സണായ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കുട്ടികൾക്ക് വേണ്ടിയുള്ള കലാസാഹിത്യ സാംസ്കാരിക മാമാങ്കത്തിന് ഒരു ചെയർപേഴ്സൺ നേതൃത്വം നൽകുക എന്നുള്ളത് ബഹ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണെന്ന് KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അറിയിച്ചു. KM തോമസ് വൈസ് ചെയർമാൻ, ജോയൽ ജോസ് വൈസ് ചെയർമാൻ, പ്രെറ്റി റോയ് വൈസ് ചെയർപേഴ്സൺ, സിമി അശോക് വൈസ് ചെയർപേഴ്സൺ, ലിയോ ജോസഫ് എക്സ് ഒഫീഷ്യോ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റിയാണ് ടാലന്റ് സ്കാനിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. കഴിഞ്ഞ ടാലന്റ് സ്കാൻ മത്സരങ്ങളെക്കുറിച്ചുള്ള ആവേശകരമായ പ്രതികരണത്തിന് KCA ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി രക്ഷിതാക്കളോട് നന്ദി അറിയിച്ചു. 150-ൽ പരം ഇവന്റ്സ് ഉണ്ട്. ഈ വർഷം ആക്ച്വലി ഒരു പുതിയ കാര്യം ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവറി ഇയർ ഒരു കുട്ടിക്ക് 10 ഇവന്റിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മളൊരു 12 ഇവന്റിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷത്തെയും പോലെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ അവാർഡ് നമ്മുടെ കലാപ്രതിഭ, കലാതിലകം തന്നെയാണ്. പിന്നെ കുട്ടികളുടെ ഏജ് അനുസരിച്ച് ഒരു 5 കാറ്റഗറി ഉണ്ട്. സെപ്റ്റംബർ 2007 മുതൽ 2020 വരെയുള്ള ഏജ് കാറ്റഗറിയിലെ കുട്ടികളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡുണ്ട്. അതുപോലെ തന്നെ 5 കാറ്റഗറി അല്ലെങ്കിൽ 6 കാറ്റഗറിയിലുള്ള ബാക്കി അവാർഡുകളുണ്ട്. പരിപാടികളുടെ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 4 ആരംഭിച്ചു. രജിസ്ട്രേഷന്റെ അവസാന തീയതി സെപ്റ്റംബർ 30. മത്സരങ്ങൾ ഒക്ടോബർ 17 ആരംഭിച്ച് ഡിസംബർ ആദ്യ ആഴ്ച വരെ നീണ്ടു നിൽക്കും. ബഹ്റൈനിൽ താമസിക്കുന്ന 2007 ഒക്ടോബർ 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജനിച്ച ഇന്ത്യക്കാരായ കുട്ടികൾക്ക് ഇന്ത്യൻ ടാലന്റ് സ്കാനിൽ പങ്കെടുക്കാം. പങ്കെടുക്കുന്നവരെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 5 ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു. ഈ വർഷം 5 ഗ്രൂപ്പുകളിലായി ഏകദേശം 180 വ്യക്തിഗത മത്സര ഇനങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ മത്സര ഇനത്തിനും KCA അംഗങ്ങൾക്ക് 2 ദിനാറും KCA അംഗങ്ങളല്ലാത്തവർക്ക് 3 ദിനാറുമാണ് പ്രവേശന ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. വർഗീസ് ജോസഫിന്റെ നേതൃത്വത്തിൽ റോയ്സി ആന്റണി, സേവി മാത്തുണ്ണി, അരുൾദാസ് തോമസ് എന്നിവർ അംഗങ്ങളായി ഒരു ഉപദേശക സമിതിയും രൂപീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ ടാലന്റ് സ്കാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും വിശദവിവരങ്ങൾക്കും ചെയർപേഴ്സൺ സിമി ലിയോയെ 36268208, KM തോമസിനെ 39867041 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ സഹകരണത്തോടെ പ്രശസ്ത തിരക്കഥാകൃത്തും ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫറുമായ KR സുനിൽ എഴുതിയ വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരും എന്ന 2ാം പതിപ്പിന്റെ പുസ്തക പ്രകാശന കർമ്മം പ്രമുഖ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസി മലയാളി ഫെഡറേഷൻ GCC പ്രസിഡന്റുമായ ബഷീർ അമ്പലാരിയുടെ സാന്നിധ്യത്തിൽ സിനിമാ നിർമ്മാതാവും BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നിർവഹിക്കും. സാമൂഹ്യ
കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖരും ബിസിനസ് സ്ഥാപന രംഗത്തെയും ഒട്ടനവധി ആളുകൾ പങ്കെടുക്കുന്ന വിശിഷ്ട ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. ഓൺലൈനിലൂടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ച ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന കാർലോ അക്യൂട്ടിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ലിയോ 14 മാർപ്പാപ്പയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഇതോടെ മില്ലേനിയൽ കാലത്ത് ജനിച്ച ആദ്യ വിശുദ്ധനാകും കാർലോ. 1925 അന്തരിച്ച ഇറ്റാലിയൻ പർവ്വതാരോഹകൻ പിയോ ജോർജിയോ ഫ്രസ്റ്റാറിയെ പർവ്വതാരോഹകരുടെ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ഇറ്റാലിയൻ ദമ്പതിമാരുടെ മകനായി ലണ്ടനിൽ ജനിച്ച അക്യൂട്ടിസ് മിലാനിലാണ് വളർന്നത്. സ്വയം കമ്പ്യൂട്ടർ കോഡിംഗ് പഠിച്ചു. 11 വയസ്സിൽ അസീസിയിലെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ചാണ് വിശ്വാസ പ്രചാരണത്തിന് തുടക്കമിട്ടത്. സൈബർ അപ്പോസ്തലൻ എന്നാണ് അക്യൂട്ടിസിനെ വിശേഷിപ്പിക്കുന്നത്. 2006 15 വയസ്സിൽ രക്താർബുദത്തെ തുടർന്നാണ് അക്യൂട്ടിസ് അന്തരിച്ചത്. ജീൻസും ഷർട്ടും നൈക്കി ഷൂസും ഇട്ട അക്യൂട്ടിസിന്റെ ഭൗതികദേഹം അസീസിയിൽ ചില്ലു ശവകുടീരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ പദവിയിലേക്ക് അക്യൂട്ടിസിനെ ഉയർത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി മെയ്യിൽ തീരുമാനിച്ചിരുന്നു. 2020 ഒക്ടോബർ 10 അക്യൂട്ടിസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണമായിരുന്നു. ഇത്രയും കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല? അദ്ദേഹത്തോടെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് KPMSന്റെയും പിന്തുണ ലഭിച്ചു. ശബരിമല വികസനം മാത്രമാണ് സംഗമത്തിന് ലക്ഷ്യമെന്ന് KPMS ജനറൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിച്ചു. വീണ്ടും ഒരു ഇടവേള. മലയാളികൾക്ക് ശ്രീനാരായണ ഗുരുജയന്തി ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിൽ വർഗീയത പടർത്തി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന വേളയാണ് ഇത്. മനുഷ്യത്വത്തെക്കാൾ വലുതാണ് ജാതിയെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. ജാതിയും മതവും പടർത്തിയ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തൂത്തെറിഞ്ഞ കേരളത്തിലും ഇത്തരം ആശയങ്ങൾ വേരുപിടിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പിണറായി വിജയന്റെ പ്രതികരണം.
ഓണം സമാപന ഘോഷയാത്ര 9-ാം തീയതി ചൊവ്വാഴ്ച വെള്ളയമ്പലത്ത് നിന്ന് തുടങ്ങി കിഴക്കേക്കോട്ടയിൽ സമാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഘോഷയാത്രയിൽ 1000-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും. 60ഓളം ഫ്ലോട്ടുകൾ ഉണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയിൽ പങ്കുചേരും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഉണ്ടാകും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഫ്ലോട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഘോഷയാത്ര വീക്ഷിക്കാനെത്തും. ഉച്ചയ്ക്ക് ശേഷം ഗതാഗത നിയന്ത്രണവും തിരുവനന്തപുരത്ത് ഉണ്ടാകും. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.